എല്ലാവർക്കും നമസ്കാരം. പലതും പറയാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട്ട് നിന്നും കൊടൈക്കനാലിലേക്കുള്ള ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് ഇവിടെ ആരംഭിക്കുന്നു. ബൈപ്പാസ് റോഡിലൂടെ സഞ്ചരിച്ച് കൊച്ചി സേലം നാഷണൽ ഹൈവേ 544ലേക്ക് ചന്ദ്രാനഗർ റൗണ്ട് അബൌട്ടിൽ ഞങ്ങൾ ചെന്ന് കയറാൻ പോവുകയാണ്. ചന്ദ്രനഗർ റൗണ്ട് അബൌട്ടിൽ നിന്ന് ഉദ്ദേശം 2 കിലോമീറ്റർ കോയമ്പത്തൂർ റോഡിലൂടെ സഞ്ചരിച്ചാൽ കൂട്ടുപാത എന്ന സ്ഥലത്തെത്തും. അവിടെ നാഷണൽ ഹൈവേയുടെ ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസിൽ കൂടെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ പൊള്ളാച്ചി റോഡ് ആയി. ഇതാ നമ്മളിപ്പോൾ പാലക്കാട് പൊള്ളാച്ചി റോഡിലേക്ക് കൂട്ടുപാതയിൽ നിന്ന് തിരിഞ്ഞു. ഇനി പാറ, കൊഴിഞ്ഞാമ്പാറ, ഗോപാലപുരം വഴിയാണ് പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര. ഇതിൽ ഗോപാലപുരത്താണ് ഇൻ്റർ സ്റ്റേറ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. തമിഴ്നാട് ബോർഡറാണ് ഗോപാലപുരം. ഇതാ നമ്മളിപ്പോൾ ഗോപാലപുരം ചെക്ക് പോസ്റ്റിലെത്തി. ഡ്രൈവർ പേപ്പേഴ്സ് എല്ലാം അതോറിറ്റീസിനെ കാണിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഗോപാലപുരത്ത് നിന്ന് പൊള്ളാച്ചിയിലേക്ക്. പൊള്ളാച്ചിയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു വളരെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്തിയിരുന്നു. അതിൻ്റെ പേര് ഗൗരി കൃഷ്ണ എന്നാണ്. പൊള്ളാച്ചി ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്ലൈ ഓവർ വരും. ആ ഫ്ലൈ ഓവറിൽ അവസാനം ഒരു യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോട്ടൽ ആയി. ഇത് ഈ കാണുന്നതാണ് ഫ്ലൈ ഓവർ. ഇതിൻ്റെ അവസാനത്തിൽ യൂ ടേൺ എടുക്കുമ്പോൾ നമ്മൾ ഗൗരി കൃഷ്ണയുടെ മുമ്പിൽ എത്തും. ഇതാ നമ്മളിപ്പോൾ ഹോട്ടൽ ഗൗരി കൃഷ്ണയുടെ മുമ്പിലെത്തി. നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. വയറിനൊന്നും പ്രശ്നം ഉണ്ടാകില്ല. പിന്നെ അത്യാവശ്യം ലേഡീസിനും ഇവർക്കും എല്ലാം ബാത്റൂം സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് പഴനി റൂട്ടിലേക്ക് കടന്നു. ഇവിടെ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വരെ 45 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്ന് പഴനി വരെ 68 കിലോമീറ്ററും പഴനിയിൽ നിന്ന് കൊടൈക്കനാൽ വരെ 64 കിലോമീറ്ററുമായി മൊത്തം 174 കിലോമീറ്ററാണ് പാലക്കാട് നിന്ന് കൊടൈക്കനാലിലേക്ക് പോകാൻ ഉള്ളത്. പൊള്ളാച്ചിക്കും പഴനിക്കും ഇടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കാണാനുണ്ട്. ഈ ഹൈവേയുടെ 2 സൈഡിലും ഈ കാറ്റാടി യന്ത്രങ്ങൾ, അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിൻഡ് മിൽസ്, അത് ധാരാളം വളരെ വലിയ ഏരിയയിൽ, ഏക്കർ കണക്കിനുള്ള ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് 2 സൈഡിലും കാണാൻ പറ്റും. ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇനിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ വിൻഡ് മിൽസിൻ്റെ ലീഫ് കറങ്ങുന്നത് കാണാൻ പറ്റും. കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടു, ദൂരത്തൊരു വിൻഡ് മിൽ കിടന്ന് കറങ്ങുന്നു. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സംഗതിയാണെങ്കിലും അതെല്ലാം ഈ ഇലക്ട്രിസിറ്റി ജനറേഷനിലൂടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്.
അതാ ഒരു വിൻഡ് മില്ലിൻ്റെ ലീവ്സ് കിടന്ന് കറങ്ങുന്നത് കാണാനില്ലേ. ഇങ്ങനെ 100 കണക്കിന് വിൻഡ് മിൽസാണ് റോഡിൻ്റെ 2 സൈഡിലും കാണാൻ സാധിക്കുക. ഇനി നമ്മൾ പഴനി അടുക്കാറായി. പൊള്ളാച്ചി പഴനി ഒരു റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തിട്ടാണ് പഴനി ടൗണിലേക്ക് എത്തുക. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാഴ്ച കാണുന്നത്, കാര്യം കേരളം തെങ്ങുകളുടെ നാടായി അറിയപ്പെടുന്നുണ്ടെങ്കിലും തമിഴ്നാടും അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ലെവലിലായിട്ടുണ്ട്. ധാരാളം തെങ്ങ് 2 സൈഡിലും തെങ്ങും തോട്ടങ്ങൾ ധാരാളമായിട്ട് ഈ റൂട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള നല്ല തെങ്ങും തോട്ടങ്ങൾ. നമ്മൾ പഴനി എത്താറായി. പഴനി എത്തുന്നതിന് മുമ്പ് ഒരു റെയിൽവേ ട്രാക്ക് കാണാം, പൊള്ളാച്ചി പഴനി റെയിൽവേ ലൈൻ. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പഴനി ടൗണിൻ്റെ ലിമിറ്റിലേക്കായി. റെയിൽവേ ലൈൻ വന്നു ഉണ്ടോ. ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇനി പഴനി ടൗൺ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. വലത്തോട്ട് തിരിഞ്ഞൊരു ബൈപ്പാസ് റോഡിലൂടെ, വലത്തോട്ട് നമ്മൾ തിരിയാണ്, ഒരു ബൈപ്പാസ് റോഡിലൂടെ കൊടൈക്കനാൽ റോഡിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാഫിക് എല്ലാം അവോയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൂരെ നിന്ന് തന്നെ പഴനി മലകൾ കാണാം. പഴനി ഹിൽസ് റേഞ്ച് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കോട്ടുള്ളൊരു ബ്രാഞ്ചാണ്. അതിൽ പെടുന്നത് തന്നെയാണ് കൊടൈക്കനാൽ ഹിൽസും. അതിൻ്റെ ഇങ്ങേ തലയ്ക്ക് ഏറ്റവും താഴത്ത് കിടക്കുന്നതാണ് പഴനി ഹിൽസ്. ഈ ബൈപ്പാസ് റോഡിൽ നിന്ന് വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 5-8 സ്ഥലത്ത് നിന്ന് വൃത്തിയായിട്ട് പഴനി മലയും മുരുകക്ഷേത്രവും നമുക്ക് ഈ ബൈപ്പാസ് റോഡിൽ കാണാൻ പറ്റും. നൂറ്റാണ്ടുകളായി മലയാളി സഞ്ചരിച്ച ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെ മുമ്പ് തന്നെ പഴനി മുരുകൻ ക്ഷേത്രം മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ദൂരെ കുന്ന് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ആ ടെമ്പിളിൻ്റെ കോമ്പൗണ്ട് വാൾ കൂടി അത്യാവശ്യം കാണാൻ പറ്റും. പല ആംഗിളിലും നമുക്ക് ഈ ബൈപ്പാസ് റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പഴനി മല കാണാം. ഇതിപ്പോൾ നമ്മൾ ബൈപ്പാസിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കൊടൈക്കനാൽ റോഡിലേക്ക് ഭൂപ്രകൃതി പെട്ടെന്ന് തന്നെ മാറുന്നത് നമുക്ക് മനസ്സിലാവും. നല്ല പച്ചപ്പും ധാരാളം മാന്തോപ്പുകളും എല്ലാം ഇവിടെ കാണാം. തെങ്ങും തോട്ടങ്ങൾ, കവുങ്ങും തോട്ടങ്ങൾ, നെൽപ്പാടങ്ങൾ, അങ്ങനെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് 2 സൈഡിലും കാണാൻ പറ്റുന്നത്. 1845 ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ടൗണാണ് കൊടൈക്കനാൽ. ഏതാണ്ട് 2000 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് കയറ്റം കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരു വ്യൂ പോയിൻറ്റിൽ വണ്ടി നിർത്തിയിട്ടു. അത്യാവശ്യം വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോ ഷൂട്ടിങ്ങും എല്ലാം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് വഴിയിലുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം അങ്ങനെ സൈഡുള്ള സ്ഥലത്ത് ചേർത്ത് നിർത്തി ആൾക്കാരെ ഇറക്കി അവിടെ സൈറ്റ് സീയിങ്ങിന് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുമുണ്ട്. ഇരുപത്തൊന്ന് ഹെയർപിൻ ബെൻഡുകളാണ് കൊടൈക്കനാലിലേക്കുള്ളത്. അതിൽ 14 കഠിനമായിട്ടുള്ളതാണ്. അത് ഹൈവേയിൽ നമ്പറിട്ട് കാണിച്ചിട്ടുണ്ട്, ഇനി റിമൈനിങ് എത്ര ഹെയർപിൻ ഉണ്ട് എന്നുള്ളത്. വണ്ടി കയറ്റം കയറിക്കൊണ്ടേയിരിക്കുന്നു. പുറമെ മനോഹരമായ പ്രകൃതി ഭംഗികൾ. ഇനി മറ്റൊരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി. ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് അത്. എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുമുണ്ട്. വീഡിയോ ഷൂട്ടിങ്, ഫോട്ടോ ഷൂട്ടിങ് എല്ലാം നടത്തുന്നുമുണ്ട്. നല്ല കാലാവസ്ഥയായിരുന്നു.
വണ്ടി മുകളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് കൊടൈക്കനാൽ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒഫീഷ്യൽസ് വാഹനത്തിലേക്ക് കയറും. അത് ആ പ്ലാസ്റ്റിക് ചെക്കിങ്ങിന് വേണ്ടി ആൾക്കാരെത്തി. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രകൃതി ഭംഗിയെല്ലാം മറച്ചുകൊണ്ട് കോടമഞ്ഞ് കയറി വരും. പിന്നെ വെറും വെള്ള നിറം മാത്രമേ പുറമേക്ക് നോക്കിയാൽ ഇതാണ് ആ സ്ഥലം. വെറും വെള്ളയാൽ മൂടിക്കിടക്കും. താഴെ പ്രകൃതി ഭംഗിയെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും കാണില്ല. ഒരുപക്ഷെ ഇതിൽ നിന്നായിരിക്കാം കൊടൈക്കനാൽ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക, അറിയില്ല. ഞങ്ങൾ കൊടൈക്കനാലിൽ ഞങ്ങൾ റെൻറ്റിന് എടുത്തിരുന്ന ഹോം സ്റ്റേയിലെത്തി. VGR ഹോം സ്റ്റേ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ വെരി സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് കിട്ടും. വളരെ നല്ല ഹോം സ്റ്റേ ആണ്. നല്ല ഭക്ഷണം, നമ്മൾ എന്ത് പറയുന്നു അതെല്ലാം അവരുണ്ടാക്കി തരും. നല്ല ഒരു പുതിയ ഹോം സ്റ്റേ ആണ് അത്. ഇത് നല്ല ക്ലീനായിരിക്കുന്ന എല്ലാ അവരുടെ റൂംസും കോറിഡോഴ്സും ഔട്ട്സൈഡും എല്ലാം നന്നായിരിക്കും, നല്ല ഭംഗിയായിട്ട്. ഹോം സ്റ്റേയുടെ ഇൻറ്റീരിയർ വ്യൂസാണ് കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു അവരുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടും. കൂടാതെ ഇതിവിടുത്തെ മാനേജറായിട്ട് ഞാനൊരു സംസാരിക്കുകയും ചെയ്തു. ബ്രിട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെന്ന ദിവസം വൈകുന്നേരം തന്നെ ഞങ്ങളിതാ കൊടൈക്കനാൽ ലേക്ക് കാണാൻ പോവുകയാണ്. കൊടൈക്കനാലിലത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കൊടൈക്കനാൽ ലേക്ക്. അവിടെ ബോട്ടിങ്ങിനും എല്ലാമുള്ള സൗകര്യമുണ്ട്. കൊടൈക്കനാൽ ടൗണിൽ പറയത്തക്ക കാഴ്ചകളൊന്നുമില്ല. ഇതായി കാണുന്ന മാതിരി ഇടുങ്ങിയ വഴികളും കയറ്റവും ഇറക്കവും, ഒരു നോർമൽ ടൗൺ, അത്രയേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട സൈറ്റ് സീയിങ് പ്ലേസ് എന്ന് പറയുന്നത് കോക്കേഴ്സ് വാക്ക്, ബ്രയൻഡ് പാർക്ക്, ഗുണ കേവ്, സിൽവർ കാസ്കേഡ് ഫോൾസ്, ഇതൊക്കെയാണുള്ളത്. അതിൽ ഗുണ കേവിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുള്ളൂ. ഡെവിൾസ് കിച്ചൻ എന്നൊക്കെ പറയുന്ന ആ മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്ത ആ കേവാണത്. പിന്നെ ബ്രയൻഡ് പാർക്കിലാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കളുടെ ചെടികൾ കാണാൻ പറ്റുക. 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഒരു ശേഖരം അവിടെയുണ്ട്. പിന്നെ സിൽവർ കാസ്കറ്റ് ഫോൾസ് ഒരു ചെറിയൊരു വാട്ടർ ഫോൾസ്, അതും നല്ല ധാരാളം ജനങ്ങൾ തടിച്ചു കൂടുന്നൊരു സ്ഥലമാണത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ ഡ്രൈവർ അമീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ മിടുക്കനായിട്ടുള്ളൊരു ഡ്രൈവറാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള നേരോ ഉയർച്ചയും താഴ്ചയുള്ള റോഡുകളിലൂടെ അനായാസേന അദ്ദേഹം വണ്ടി ഓടിച്ച് ഞങ്ങളെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നൊരു ക്ലിപ്പിംഗ് പിറകെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളിലടക്കം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു പോപ്പുലറായിട്ടുള്ളൊരു ഐറ്റമാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. അതിനിവിടെ പ്രശസ്തമാണ് കൊടൈക്കനാൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിന്. ഞങ്ങളും വാങ്ങി എല്ലാവരും. ടൗണിനുള്ളിൽ ധാരാളം മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്. കൗതുക വസ്തുക്കൾ, തുണിത്തരങ്ങൾ, മറ്റ് ഇതെല്ലാം കിട്ടുന്ന. അതിലൊരു മാർക്കറ്റിൻ്റെ വിശേഷത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ മാർക്കറ്റ് ഇങ്ങനെ കയറി അറ്റത്തെത്തുമ്പോൾ ഒരു വ്യൂ പോയിൻ്റാണ്. അതായത് താഴത്തേക്ക് നോക്കി വെറും കോടമഞ്ഞ് മാത്രം കാണുന്ന
ഒരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു മാർക്കറ്റുണ്ട്. നല്ല ഭംഗിയാണ് ആ മാർക്കറ്റ് കൂടെ അങ്ങ് പോയാൽ. പിന്നെ വേറൊരു കാര്യം, ട്രാഫിക് ജാമാണ് എപ്പോഴും. ടൗണിൻ്റെ ഉള്ളിൽ വളരെയധികം ട്രാഫിക് ജാമുകളുണ്ട്. കൊടൈക്കനാൽ ലേക്കാണ് ഈ കാണുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ വന്നൊരു സമയമായിരുന്നു അത്. ടൂറിസ്റ്റുകളിൽ നല്ലൊരു പങ്കും മലയാളികൾ തന്നെയാണ്. ലേക്കിൽ ബോട്ട് സവാരി നടത്തുന്ന ആളുകളെ കാണാം. അല്പം ചാറ്റൽ മഴയുണ്ടായിരുന്നു, അതിനാൽ കുറച്ച് തണുപ്പും തോന്നിയിരുന്നു. അത് കൂസാതെ ജനങ്ങൾ ബോട്ട് യാത്രയ്ക്കായി ഒഴുകുകയാണ്. വൈകുന്നേരം 6 മണി വരെ മാത്രമേ ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതിനുശേഷം അത് നിർത്തിവെക്കും. ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിക്കും തിരക്കുമാണ്. കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് യാത്ര. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. അതെല്ലാം എല്ലാവരും വെയർ ചെയ്യുന്നു കൺഫേം ചെയ്തിട്ട് ബോട്ടിലേക്ക് കയറ്റും. 6 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിൽ അരമണിക്കൂർ ലേക്ക് ചുറ്റിക്കറങ്ങാൻ 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മഴയില്ലെങ്കിലും കാറ്റ് നല്ലപോലെ വീശുന്നുണ്ടായിരുന്നു. കേരളത്തിൽ പെരുമഴയുടെ സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. ആ പെരുമഴ കഴിഞ്ഞ് ബാക്കിയുള്ള കാറ്റ് ഇവിടേക്ക് കിട്ടും. ഈ കേരളത്തിൻ്റെ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്ന സ്ഥലമാണല്ലോ കൊടൈക്കനാൽ. ബോട്ട് തുഴയുന്നത് നല്ല അധ്വാനമുള്ളൊരു ജോലിയാണ്. നല്ല ബലിഷ്ഠമായ ശരീരമുള്ള ആൾക്കാർ തന്നെയാണ് അത് ചെയ്യുന്നത്. ലേക്കിൻ്റെ ഒത്ത നടുവിലൊരു ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ദൂരെ കാണുന്നതാണ് ഫൗണ്ടൻ. ഹോം സ്റ്റേയിലെ റൂമാണ്. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു മിടുക്കൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. Subscribe to my channel Gamer Shiv 777. Okay, please.
വെളുപ്പാൻ കാലത്ത് ഹോം സ്റ്റേയുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. ഹോം സ്റ്റേയുടെ ഇൻറ്റീരിയർ വ്യൂ ആണ് ഈ കാണുന്നത്. ഹോം സ്റ്റേയിലെ ജോലിക്കാരെല്ലാം തന്നെ ഹൃദ്യമായി പെരുമാറുന്നവരായിരുന്നു. ഇനി ഞങ്ങളുടെ മിടുക്കനായ ഡ്രൈവറെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അദ്ദേഹവുമായിട്ടുള്ള ഒരു സംസാരം നമുക്ക് കേൾക്കാം. എന്താണ് പേരെന്ന് പറഞ്ഞ്? അമീർ. അമീർ. എവിടെയാണ് വീട്? നാട്ടുകൽ, മണ്ണാർക്കാട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിംഗ് ഇതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ ക്രൂയിസർ, ട്രാവലർ, 12 സീറ്റ്, 14 സീറ്റ്, 17 സീറ്റ്, 20 സീറ്റ്, പിന്നെ 34 സീറ്റ് ബസ് ഉണ്ട്, 49 സീറ്റ് ബസ് ഉണ്ട്. ഇതൊക്കെ എത്ര മാസം അഡ്വാൻസ് ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഓട്ടമുണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഒരു 15 ദിവസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്യണം. അത് ശരി. ഇപ്പോൾ മറ്റേ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകാനുള്ള ഫെസിലിറ്റി ഉണ്ടോ കേരളത്തിന് പുറത്ത്? എല്ലാ സ്ഥലങ്ങളിലും പോകും. തമിഴ്നാട്, കർണാടക, എല്ലാ സ്ഥലങ്ങളിലും പോകും. അത് ശരി. അപ്പോൾ ഈ ടെലിഫോൺ വഴി ബുക്ക് ചെയ്താൽ മതിയില്ലേ? വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടോ? ടെലിഫോൺ വഴി ബുക്ക് ചെയ്താൽ മതി. അത് ശരി. ഓക്കെ, താങ്ക് യു. എന്താണ് താങ്കളുടെ പേര്? വിറ്റു. ഇതിപ്പോ ഇവിടെ എത്രത്തോളം ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഹോം സ്റ്റേയിൽ? എത്ര വീട് ഇരിക്ക്? 12 റൂംസ്. ഇതിൽ ഏതെല്ലാം ഫെസിലിറ്റീസ് ഇங்கே கிடைக்கிறது? ரூம்ஸ் நல்லா இருக்கும். ஃபுட் இங்கே கொடுத்துருவோம். கேம்ப் ஃபயர் இருக்கு, மியூசிக் இருக்கு. ஓகே. இதில் நம்ம அவுட்ஸ்கர்ட்ஸில் டவுனில் வந்தால் பிக்கப் ஃபெசிலிட்டிஸ் இருக்கா? இருக்கு சார். பிக்கப் ஃபெசிலிட்டிஸ் இருக்கு. ஆனால் தனி சார்ஜ் போட்டு நம்ம அது சரி. ஓகே, ரொம்ப நன்றி. അല്ല, പെട്രോളിനെ കുറിച്ച് എന്താ പറയണ്ടായിരുന്നല്ലോ? അതെയാ, അത് ശരി. പെട്രോളൊന്നും തീരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ ഗുണ കേവ് കാണാൻ ഇറങ്ങുകയാണ്. എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഹോം സ്റ്റേയോട് വിട പറയുകയാണ്.
ഞങ്ങളിനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. ഗുണ കേവ് കണ്ടു കഴിഞ്ഞ് നേരെ പാലക്കാട്ടേക്ക് റിട്ടേൺ ആണ് പ്ലാൻ ചെയ്തത്. ഈ കാണുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡാണ്. ലോങ് റൂട്ട് ബസ്സുകളെല്ലാം ഇവിടെ നിന്ന് പുറപ്പെടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിൽ കാണാം. മാർക്കറ്റിൻ്റെ അവസാനം ആ മൂടൽമഞ്ഞും കുറച്ച് കുരങ്ങുകളെയും കാണാം. കുരങ്ങുകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ആളുകളെയും. അസാമാന്യ തിരക്കാണ് മാർക്കറ്റിലൊക്കെ. ആളുകളെല്ലാം ലഹരി പിടിച്ച മാതിരിയാണ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അങ്ങനെ ഗുണ കേവ് എത്തി. ഗുണ കേവിൻ്റെ പ്രവേശന കവാടമാണ് ആ ദൂരെ കാണുന്നത്. അല്പം മഴച്ചാറലുണ്ടായിരുന്നുകൊണ്ട് വഴിയിലെല്ലാം നല്ല ചളിയായിരുന്നു, വഴുക്കലുമുണ്ട്. വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ സ്ലിപ്പായി വീഴും. ഗുണ കേവിൻ്റെ അങ്ങേയറ്റം വരെ പോകണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷനിലാണ്. എന്തായാലും ഫോട്ടോഷൂട്ടിന് ഒട്ടും കുറവ് വരുത്തിയില്ല. അതിലൊരു പിശുക്കും കാട്ടിയില്ല. ഗുണ കേവ് കണ്ട് മടങ്ങുകയാണ്. ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ പൈൻ ഫോറസ്റ്റ് കാണാം. അതും ഒരു കാണേണ്ട കാഴ്ചയാണ്. നല്ലപോലെ പരന്ന ഏരിയയിൽ കിടക്കുന്നതാണ് പൈൻ ഫോറസ്റ്റ്. മടക്കത്തിൽ ടൗൺ വിട്ട ഉടനെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറി. സാമാന്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. ഇനി അങ്ങോട്ട് മലയിൽ നിന്നുള്ള ഇറക്കമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം താഴ്വാരത്ത് കാണാം.
ചില സ്ഥലങ്ങളിൽ കോടമഞ്ഞ് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സിൽവർ കാസ്കേഡ് ഫോൾസ്. സിൽവർ സ്കേഡ് ഫോൾസ്. ഇറക്കം വളരെ സ്പീഡിലായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. ട്രിപ്പ് അവസാനിക്കാൻ പോകുന്നതിൻ്റെ സങ്കടം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു. മടക്കത്തിൽ രാത്രി ഡിന്നറിന് പൊള്ളാച്ചിയിലെ നല്ലൊരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. അമോദ സുരഭി എന്നാണ് അതിൻ്റെ പേര്. നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ഹോട്ടലാണ്. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണിത്. ഇതാണ് അതിൻ്റെ വ്യൂ. അപ്പോൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.